ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡ് വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തയ്യാറാക്കുന്ന വീഡിയോയുമായാണ്. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഈ ഒരു റെസിപ്പി കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം. വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതിനായി ഒരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 5 ബ്രെഡാണ്. വീട്ടിലുള്ളവരുടെ എണ്ണത്തിനനുസരിച്ചിട്ട് ചേരുവകളുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇപ്പോൾ ഞാൻ മുഴുവൻ ബ്രെഡും പീസുകളാക്കി മിക്സി ജാറിലാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം. നല്ല ഫൈനായിട്ട് പൊടിക്കാതെ ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി അതേ മിക്സി ജാറിൽ തന്നെ തേങ്ങ ക്രഷ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിരകിയ തേങ്ങയും ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്ത തേങ്ങയാണ് ചേർക്കുന്നത്. നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമ്മളിവിടെ ഒരു 1/4 കപ്പ് അളവിലാണ് തേങ്ങ എടുത്തിട്ടുള്ളത്. തേങ്ങ ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇത് ചവയ്ക്കാനായിട്ട് കിട്ടും. നമ്മൾ നേരത്തെ ബ്രെഡ് പൊടിച്ച് വെച്ചില്ലേ, അതിലേക്ക് ഈ തേങ്ങ ചേർക്കാം. അടുത്തതായി ഇതിലേക്ക് ചേർക്കുന്നത് ശർക്കരയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ശർക്കരയുടെ പൊടി ചേർക്കുന്നുണ്ട്. നമ്മൾ എടുത്തിട്ടുള്ള ബ്രെഡിലും നല്ല മധുരമുണ്ട്. അതിനനുസരിച്ചിട്ട് ഞാനിവിടെ എടുക്കുന്നത് 3 ടേബിൾ സ്പൂൺ ശർക്കരയുടെ പൊടിയാണ്. അടുത്തതായി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 7-8 കാഷ്യൂനട്ടും പിന്നെ ഒരു 5-6 ബദാമും ഇതുപോലെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ചോപ്പ് ചെയ്തോ ക്രഷ് ചെയ്തോ നമുക്കിതിലേക്ക് ചേർക്കാം. കാഷ്യൂനട്ടും ബദാമും ചേർക്കുന്നത് നിർബന്ധമില്ല, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി ഇതെല്ലാം ചേർത്ത് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ ഇതാ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായി ഇതിലേക്ക് വേണ്ടത് നന്നായി തിളപ്പിച്ചെടുത്ത തണുത്ത പാലാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ 1 ടേബിൾ സ്പൂൺ പാൽ ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. വീണ്ടും 1 ടേബിൾ സ്പൂൺ പാൽ കൂടി ചേർത്തിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ മാവ് കഴിക്കൂലേ, അതേ രീതിയിലൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോഴിതാ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഒത്തിരി പാലിൻ്റെ ആവശ്യമില്ല. ഞാൻ എടുത്ത ഇൻഗ്രീഡിയൻസിന് എനിക്ക് വേണ്ടി വന്നത് 2 ടേബിൾ സ്പൂൺ പാലാണ്. നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാവിൽ നിന്ന് ചെറിയ ബോൾസുകൾ ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു അളവിലാണ് ഞാൻ ബോൾസ് ഉണ്ടാക്കി എടുക്കുന്നത്. ഈ ഒരു അളവിൽ ബാക്കിയുള്ള മാവിൽ നിന്ന് ബോൾസുകൾ ഉണ്ടാക്കി വെക്കാം. ഇപ്പോൾ ഇതാ മുഴുവൻ മാവും ബോൾസുകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു കടായി അടുപ്പത്തേക്ക് വെക്കാം. കടായി ഒന്ന് ചൂടായി വരുന്ന ടൈമിൽ ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണയിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. എണ്ണ നന്നായി ചൂടായി വരുമ്പോഴേക്കും നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബോൾസുകളെല്ലാം ഓരോന്നായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സ്റ്റവിൻ്റെ ഫ്ലെയിം ലോ ടു മീഡിയത്തിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ കളറ് ചേഞ്ച് ആവും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് റെഡി ചെയ്തെടുക്കുക. ബ്രെഡ് ബോൾസ് എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം 1 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആ ഒരു ബോൾസിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ചായി വരും. ആ സമയത്ത് നമ്മൾ ചട്ടുകം വെച്ചിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. ബോൾസ് ആക്കി തന്നെ ഇത് തയ്യാറാക്കണമെന്നില്ല. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ മോൾഡ് ഒക്കെ വെച്ചിട്ട് പല ഷേപ്പിലും ഇത് നമുക്ക് റെഡി ചെയ്തെടുക്കാവുന്നതാണ്. ഫ്രൈ ചെയ്തെടുക്കാൻ നമുക്ക് 3 മുതൽ 5 മിനിറ്റ് വരെ സമയം വേണ്ടി വരും. അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോഴേ നമുക്കിത് പുറമേ നല്ല ക്രിസ്പി ആയിട്ടും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടും റെഡിയാക്കി കിട്ടുകയുള്ളൂ. നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും എണ്ണയിൽ നിന്നിത് കോരി മാറ്റാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു സർവിങ് പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം. 4-5 ബ്രെഡ് ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. കുട്ടികൾക്കാണെങ്കിൽ ഒത്തിരി ഇഷ്ടമാകും. പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റുന്നതാണ്. നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് നമ്മളിതിലേക്ക് ചേർത്തത്. നല്ല ടേസ്റ്റിയാണ്. പെട്ടെന്ന് വിരുന്നുകാരൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി ഉറപ്പായിട്ടും കൂട്ടുകാരൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നോമ്പ് തുറക്കുന്ന ടൈമിലൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുകയും ചെയ്യണം.
അപ്പോൾ ഇന്ന് കാണിച്ച വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഈ ബ്രെഡിൻ്റെ റെസിപ്പി കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി.